ഇവാൻ വിക്കുമനോവിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ആശാൻ വീണ്ടും ഇന്ത്യയിലേക്കോ? ആശാൻ നാഷണൽ സ്ക്വാഡിന്റെ പരിശീലകനായി എത്തുമോ? പരക്കുന്ന റൂമറുകളുടെ സത്യാവസ്ഥ എന്ത്? ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു നെറ്റ്മാർക്ക്. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട ഷൈജു ദാമോദർജിയുടെ ഒരു യൂട്യൂബ് വീഡിയോയിലൂടെയാണ് ഈ ഒരു സംഭവം അറിയുന്നത്. അതായത് ആള് പറയുന്നത് ഒരു പോസിബിലിറ്റി ഉണ്ട്. അതായത് നമ്മുടെയൊക്കെ സ്വന്തം ആശാൻ, അതായത് നമ്മുടെ സ്വന്തം ഇവാൻ വിക്കുമനോവിച്ച് ആശാൻ ഇന്ത്യയുടെ നാഷണൽ ടീമിന്റെ ഹെഡ് കോച്ചായി എത്താൻ പോകുന്നു. അതിന് ഒരു ചാൻസ് ഉണ്ട്. അതായത് ഈ വരുന്ന മന്ത്, അതായത് ജൂൺ ലാസ്റ്റോട് കൂടി മെൻലോ മാർക്കസ് എന്ന സ്പാനിഷ് പരിശീലകൻ, അതായത് FC ഗോവയുടെ കൂടെ പരിശീലകനായ മെൻലോ മാർക്കസ് ഇന്ത്യയുടെ നാഷണൽ ടീമിന്റെ പരിശീലക സ്ഥാനം ഒഴിയാൻ പോവുകയാണ് എന്നൊരു ന്യൂസ് വന്നിട്ടുണ്ട്. ആള് അത്ര എന്താ പറയാ, അത്ര ഓക്കെ ആയിട്ടല്ല ഇവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആളത് പ്രകടിപ്പിക്കുകയും ആള് ഉടനെ തന്നെ ഇറങ്ങുകയും ചെയ്യും എന്നുള്ള വാർത്ത നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ നേരത്തെ അറിഞ്ഞ കാര്യമാണിത്. അപ്പോൾ പകരം ആര് എന്നുള്ള ക്വസ്റ്റ്യന് കുറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അതിൽ ആദ്യത്തെ ഓപ്ഷനായിട്ട് ഇവാൻ ആശാൻ തന്നെയാണ് വെച്ചിരിക്കുന്നത് എന്നതാണ് നമ്മൾ ആ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ ആശാൻ വരുന്ന കാര്യത്തെ പറ്റിയിട്ട് നമ്മളൊന്ന് ചർച്ച ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. അപ്പൊ ആശാൻ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ ആശാൻ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്ട് എന്തൊക്കെയാണ്? അതിൽ ഒന്ന് എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നത്, എനിക്ക് അറിയില്ല ആക്ച്വലി, അപ്പോൾ നാഷണൽ പ്രോജക്റ്റുകൾ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് അറിയില്ലല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവാൻ വിക്കുമനോവിച്ച് എന്ന മനുഷ്യന് കേരളവുമായിട്ടുള്ള ആ ഒരു ആത്മബന്ധം അത് ആള് കൂടുതൽ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് കൊച്ചിയിലേക്ക് നാഷണൽ മാച്ചുകളൊക്കെ വന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നേരത്തെ ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷെ ഇപ്പോ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് ആശാൻ വേണമെങ്കിൽ കൊച്ചിയിലേക്ക് നമ്മുടെ നാഷണൽ ടീമിന്റെ മാച്ചുകൾ അസൈൻ ചെയ്തേക്കാം, ആളതിനു വേണ്ടി ശ്രമിച്ചേക്കാം എന്നൊരു പോസിറ്റീവ് അവിടെയുണ്ട്. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ കിളവൻ സ്കോഡിനെ വെച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ കളിക്കുന്നത് എന്ന് നമ്മൾ പല തവണ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവാൻ വിക്കുമനോവിച്ച് എന്ന കോച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് യങ് ടാലന്റേഴ്സിനെ കൂടുതൽ ആള് പരിഗണിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആള് എപ്പോഴും ഒരു എന്താ പറയാ, അഴമ്പ് നോക്കി കളിപ്പിക്കുന്ന ഒരാളല്ല. ആള് എപ്പോഴും എന്താ പറയാ, ട്രെയിനിങ് സെക്ഷനിലൊക്കെ നന്നായി പെർഫോം ചെയ്യുന്ന പ്ലേയേഴ്സ്, അതായത് ഇതിപ്പോ എത്ര പ്രായം കുറഞ്ഞ, എക്സ്പീരിയൻസ് കുറഞ്ഞ പ്ലെയർ ആണെങ്കിലും അവൻ നന്നായി ട്രെയിനിങ് പീരീഡ് നന്നായി ചെയ്യുന്നുണ്ട് എങ്കിൽ അവനെ ടീം ലെവലിലേക്ക് കൊണ്ടുവരികയും പുതിയ പ്ലേയേഴ്സിനെ കൂടുതലായി മോട്ടിവേറ്റ് ചെയ്യും, അവരെ എൻകറേജ് ചെയ്യുക, അവരെ മുന്നോട്ട് കൊണ്ടുവരാനും ശ്രമിക്കുന്ന ഒരാളാണ് ഇവൻ. അപ്പോൾ നമ്മൾ കണ്ടതാണ്, നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ പല യങ് പ്ലേയേഴ്സിനെയും ആൾ മേക്ക് ചെയ്തെടുത്ത് നമ്മൾ കണ്ടതാണ്. വിപിൻ ആവട്ടെ, അസർ ആവട്ടെ, ഐമൻ ആവട്ടെ, അങ്ങനെ സഹൽ അബ്ദുൽ സമദ് പോലും എനിക്ക് തോന്നുന്നത് ടോട്ടൽ 90 മിനിറ്റ് ഒക്കെ കളിച്ചു തുടങ്ങിയത് ഇവാൻ വിക്കുമനോവിച്ച് വന്നതിന് ശേഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഷെട്ടോരിയുടെയും അതേപോലെ കിബുവിന്റെയും ഒക്കെ അണ്ടറിലൊക്കെ സഹല് പലപ്പോഴും സെക്കൻഡ് ഹാഫ് കഴിഞ്ഞു വരുന്നതും, അല്ലെങ്കിൽ നേരത്തെ വന്നു കഴിഞ്ഞാൽ നേരത്തെ കയറുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഒരു ടീമിന്റെ മെയിൻ പ്ലെയർ എന്ന ഒരു രീതിയിൽ, അല്ലെങ്കിൽ 90 മിനിറ്റ് ഒക്കെ സഹൽ കളിച്ചത് എനിക്ക് തോന്നുന്നു ആശാന്റെ കീഴിലാണ്. ആശാൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മാറ്റം ഇന്ത്യൻ ടീമിൽ ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതായത് പുതിയ പ്ലെയേഴ്സ് വരികയും പഴയ പ്ലെയേഴ്സിനെയൊക്കെ ആള് സൈഡാക്കുകയും ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ഇപ്പൊ എന്ത് തന്നെ ആയാലും, അപ്പോ ആശാൻ വന്നാലും, ഇനിയിപ്പോ മറ്റൊരു കോച്ച്, ഇനിയിപ്പോ പെപ് ഗാർഡിയോള വന്നാലും, ഇവിടുത്തെ പ്രശ്നങ്ങൾ മാറാതെ, അല്ലെങ്കിൽ ഇവിടുത്തെ മാനേജ്മെന്റിന്റെ ആ ഒരു സ്വഭാവം മാറാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇനിയിപ്പം ഏഷ്യ കപ്പിന്റെ ക്വാളിഫയർ എനിക്ക് തോന്നുന്നു ഇനിയുള്ള മത്സരങ്ങളെല്ലാം ജയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റൂ എന്ന് തോന്നുന്നു. കാരണം പക്ഷെ അത് വലിയ പാടേറെ ഒരു കാര്യമാണ്. അപ്പോൾ ആശാനെന്നല്ല, ആര് വന്നാലും ഇവിടുത്തെ മാനേജ്മെന്റിന്റെ പ്രശ്നങ്ങൾ മാറാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മൾ പല വീഡിയോയിലും എല്ലാം പറഞ്ഞതാണ്. ഇപ്പോ ആശാൻ വന്നാലും അസ്ട്രോളജിയർ ആണ് ടീം 11 പ്രഖ്യാപിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അസ്ട്രോളജിയർ ആണ് സ്ക്വാഡ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ, ആശാനല്ല അതുപോലെ പെപ് ഗാർഡിയോളയോ അല്ലെങ്കിൽ ഗ്ലോബ്സോ അല്ല, ഇനിയിപ്പോ ആര് വന്നിട്ടും കാര്യമില്ല. കാരണം അസ്ട്രോളജിയർ ഉണ്ടല്ലോ ഇന്ത്യക്ക്. അപ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇനി ആര് വന്നാലും പോയാലും നമ്മൾ ഇങ്ങനെ താഴോട്ട് തന്നെ പൊക്കോണ്ടിരിക്കും. നമ്മുടെ ജയന്റ് ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോ ആര് വരുന്നു അല്ലെങ്കിൽ ആര് പോകുന്നു എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം AFF തന്നെയാണ്, അവരുടെ മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റ് ഉണരുക, അല്ലാതെ ആരെ കൊണ്ടുവന്നിട്ടും കാര്യമില്ല. അപ്പോൾ ഇവാൻ ആശാൻ വന്നു കഴിഞ്ഞാൽ അത് കൊള്ളാം, കേരളത്തെ സംബന്ധിച്ചൊക്കെ ഭയങ്കര വികാരം ഉണർത്തുന്ന ഒരു സംഭവമായിരിക്കും. പക്ഷെ എന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. ആളുടെ സ്റ്റൈലിൽ, അല്ലെങ്കിൽ ആൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ ടീമിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ആശാനെന്ന് മാത്രമല്ല ആര് വന്നിട്ടും കാര്യമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ആശാൻ വരും എന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ വന്നത് കൊണ്ടിട്ട് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ആശാൻ വരികയാണെങ്കിൽ അത് രസമായിരുന്നു, കൊള്ളാം, പരിപാടി അടിപൊളിയായിരുന്നു എന്ന് വിചാരിക്കുന്നു. അല്ലാതെ ഇതിനകത്ത് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയാനുണ്ടോ? ഈ മാനേജ്മെന്റിനെ പറ്റി നമുക്ക് പറയാനുള്ളൂ. മാനേജ്മെന്റ് നന്നാവാതെ ഒന്നും നന്നാവില്ല. മാനേജ്മെന്റ് നന്നാവാതെ ഇന്ത്യൻ ഫുട്ബോൾ ഗതി പിടിക്കില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ഏത് കോച്ച് വന്നാലും, ആരിവിടെ വന്നാലും, എന്ത് വന്നാലും.
അപ്പോ മാനേജ്മെന്റ് നന്നാവാൻ വേണ്ടി ആസ്ട്രോളജിയോട് ഒന്ന് കബഡി നിരത്താൻ പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. അല്ലാതെ നമുക്ക് എന്ത് പറയാനാണിപ്പോ. താങ്ക് യു.